SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നാലെ ഗവർണറുടെ സുരക്ഷ കൂട്ടി. ഗവർണർക്ക് CRPF സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ഇന്നത്തെ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ ഇപ്പോൾ ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്? CRPFന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, നേരത്തെ ഈ ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം രാജ്ഭവൻ തന്നെ ചില വിലയിരുത്തലായി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം തിരുവനന്തപുരത്തെ SFIയുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര സേനയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും എന്ന തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങൾ അത് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്ക് CRPF സുരക്ഷ ഒരുക്കുമെന്നുള്ള കേന്ദ്ര തീരുമാനം കേരള രാജ്ഭവനെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ISR + CRPF സുരക്ഷ നൽകാനാണ് കേന്ദ്ര തീരുമാനം. കേരള പോലീസ് ഈ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് അല്പസമയം മുൻപ് കൊല്ലത്തുണ്ടായ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ തന്നെ പറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്, ഇങ്ങനെ ഒരു വിവരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ ഗവർണറുടെ യാത്രയ്ക്കടക്കമുള്ള സുരക്ഷാ ചുമതല ഇനി CRPFനായിരിക്കും. CRPF ISR + കാറ്റഗറി സുരക്ഷയിലായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി സംസ്ഥാനത്ത് യാത്ര ചെയ്യുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം. ഷഫീദ, രാഷ്ട്രീയമായി പറഞ്ഞാൽ പോലീസിലുള്ള അവിശ്വാസം കൂടിയല്ല ഇപ്പോൾ പ്രകടമാകുന്നത്? ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നു എന്നുള്ള കാര്യം ആക്ഷേപമായി രാജ്ഭവൻ തന്നെ ഉയർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ ഗവർണറുടെ യാത്രാ വിവരങ്ങൾ, റൂട്ട് പ്ലാൻ അടക്കം പോലീസ് SFI പ്രവർത്തകർക്ക് ചോർത്തി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആക്ഷേപം, കുറ്റപ്പെടുത്തൽ അത് നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നേരിട്ട് നടത്തിയതാണ്. ഇതടക്കമുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. മാത്രവുമല്ല BJP നേതാക്കളടക്കം അല്പസമയം മുൻപ് പ്രതികരിച്ചത് സംസ്ഥാനത്ത് ഗവർണർ സുരക്ഷിതനല്ല, ഗവർണറുടെ യാത്ര സുരക്ഷിതമായല്ല പോകുന്നത്, പോലീസ് തന്നെ ഗവർണറെ ആക്രമിക്കാൻ അവസരം ഒരുക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ അത് BJPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ ഒരു കേന്ദ്ര സേനയെ വിന്യസിക്കുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിന്യസിക്കുന്നു എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും സ്വാഭാവികമായും രാഷ്ട്രീയ തിരിച്ചടിയാണ്. സുഹൈൽ, ഷഫീദ്, CRPF സുരക്ഷ നൽകുന്നു എന്നുള്ളത് നിഷ്കളങ്കമായി അങ്ങ് അംഗീകരിക്കുന്നതിന് അപ്പുറം ക്രമസമാധാന പ്രശ്നം എന്ന വിഷയം ഹൈലൈറ്റ് ചെയ്യാനൊരു ഉദ്ദേശം കൂടി ഉണ്ടാകില്ലേ കേന്ദ്രത്തിന്? അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? നിലവിലിപ്പോൾ ഇന്ന് കൊല്ലത്ത് നടന്ന സംഭവം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ഗവർണർ ലക്ഷ്യം വെച്ച ഒരു ഉദ്ദേശം കൂടി അതാണ്. കാരണം സംസ്ഥാനത്ത് തനിക്കെതിരെ വലിയ പ്രതിഷേധവും തന്നെ ആക്രമിക്കാനുള്ള ശ്രമവും നടക്കുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞ കാര്യം അങ്ങനെയാണ്, തന്റെ വാഹനത്തിന് നേരെ ഹിറ്റ് ചെയ്യാനാണ് SFI പ്രവർത്തകർ ശ്രമിച്ചത്. SFI പ്രവർത്തകരെ മുഖ്യമന്ത്രി തന്നെ നിയമിച്ചതാണ് ദിവസക്കൂലിക്ക്. അങ്ങനെയുള്ള തന്നെ ആക്രമിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം അത് ഗവർണർ തന്നെ ഉയർത്തി. മാത്രവുമല്ല FIR, ഇന്ന് കൊല്ലത്തെ സംഭവങ്ങളുടെ FIR അടക്കമുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റിപ്പോർട്ട് അയക്കാനടക്കം തീരുമാനിച്ചു എന്ന് ഗവർണർ തന്നെ പറയുന്നു. മാത്രമല്ല രാജ്ഭവനും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താനിരിക്കുക. അതിനിടെയാണ് പ്രധാനമന്ത്രിയുമായി ഗവർണർ ആശയവിനിമയം നടത്തിയതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇക്കാര്യം പരാതിയായി തന്നെ ധരിപ്പിച്ചതും. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്ക് ഈ ഇത്തരം സുരക്ഷ നൽകാൻ കേന്ദ്ര തീരുമാനം എടുത്തിട്ടുള്ളത്. അത് CRPF എന്ന് പറയപ്പെടുന്ന കേന്ദ്ര ഏജൻസി സംസ്ഥാന പോലീസിനെ മറികടന്ന് സ്വാഭാവികമായും വരുമ്പോൾ സംസ്ഥാനത്ത് ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള ചില വിലയിരുത്തൽ കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് കൊല്ലത്തടക്കം നടന്ന സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഗവർണർ സർക്കാർ SFI പോര് രൂക്ഷമാകുന്നതിനിടെ സുരക്ഷ കൂട്ടി ഗവർണർ. ഇനി CRPFന്റെ സുരക്ഷയിലായിരിക്കും ഗവർണർ. ക്രമസമാധാന പ്രശ്നങ്ങളടക്കം ഉയർത്തി തന്നെയാണ് ഗവർണർ ഇപ്പോൾ ഗവർണർക്ക് CRPFന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പോരിന് വരും ദിവസങ്ങൾ ഇതും കൂടി ആഴം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല.